നിങ്ങൾക്കറിയാവുന്നതുപോലെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ശരിക്കും ലൈറ്റ് ആൻഡ് ഷെയ്ഡ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എക്സ്ട്രാ ലൈറ്റുകൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ഔട്ട്ഡോറിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് നോർമലി കുറച്ച് ഔട്ട്ഡോറിൽ നിന്ന് ആംബിയൻസ് ലൈറ്റ് അവൈലബിൾ ആയിരിക്കും. അതിന് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഫില്ലർ ഉപയോഗിക്കും. അതല്ലെങ്കിൽ നമ്മൾ പോർട്രേറ്റ് എടുക്കുന്ന സമയത്ത് മുഖം ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്ഡോറിൽ നമ്മൾ എക്സ്ട്രാ ലൈറ്റുകൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഇൻഡോറിലാണ് ഏറ്റവും കൂടുതൽ ലൈറ്റ് ഉപയോഗിക്കുന്നത്. പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, ഫുഡ് ഫോട്ടോഗ്രാഫി, അതുപോലെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി, ഇതിലൊക്കെ നമ്മൾ ലൈറ്റ് ഒരുപാട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിയിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യയിൽ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉപയോഗിക്കുന്ന ലൈറ്റ് ഗോഡോക്സ് എന്ന കമ്പനിയുടെ ലൈറ്റും മോഡിഫയേഴ്സ് ഒക്കെയാണ്. പല ടൈപ്പിലുള്ള ലൈറ്റുകൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതുപോലെ പല ടൈപ്പിലുള്ള മോഡിഫയേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ ആഴ്ചയിൽ എന്ന പോലെ തന്നെ പുതിയ റിസർച്ചുകളൊക്കെ നടത്തിയിട്ട് പുതിയ ലൈറ്റ് മോഡിഫയേഴ്സ് ഒരുപാട് കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണ് ഗോഡോക്സ്. അതുപോലെ തന്നെ ഒരുപാട് കാലം വളരെ ക്വാളിറ്റിയോട് കൂടി യൂസ് ചെയ്യാൻ പറ്റിയ ലൈറ്റുകളാണ് ഗോഡോക്സ് കമ്പനി പുറത്തിറക്കുന്നത്. ഇപ്പൊ ഗോഡോക്സിന്റെ ഏറ്റവും പുതിയ ഇറങ്ങിയിട്ടുള്ള രണ്ട് സൈസിലുള്ള സർക്കുലർ മോഡിഫയർ ആണ്. ഒന്ന് 65 സെന്റിമീറ്ററിന്റെ പ്രോ ക്വിക്ക് റിലീസ് അംബ്രല സോഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ് ബോക്സ് വളരെ ഈസി ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാനും അടക്കാനും പറ്റും. ഞാൻ കാണിച്ചു തരാം. അതുപോലെ 85 സെന്റിമീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ആ മോഡിഫയേഴ്സ് ഉള്ളത്. അപ്പൊ നമ്മൾ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കിറ്റിലാണ് നമ്മുടെ സോഫ്റ്റ് ബോക്സ് കിട്ടുന്നത്. ഇതിൽ നമുക്ക് ടി കാണാൻ പറ്റും. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ ലൈനിങ് ഉള്ളിലുള്ള ഹാർഡ് ലൈറ്റ് വരുന്ന രീതിയിലുള്ള സോഫ്റ്റ് ബോക്സ് ആണ്. അതുപോലെ ഡബ്ല്യു വരും. ഡബ്ല്യു ആണെങ്കിൽ സ്നോ വൈറ്റ് ആണെങ്കിലും രണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആണോ നമ്മുടെ സോഫ്റ്റ് ബോക്സ് കുറച്ചും കൂടെ നമ്മൾ ഇതുവരെ വാങ്ങിച്ച സോഫ്റ്റ് ബോക്സിന്റെ അതുപോലെയല്ല, കുറച്ചും കൂടി ഹൈ ക്വാളിറ്റിയിലുള്ള സ്റ്റിച്ചിങ്ങും മെറ്റീരിയലൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാനും വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് പഴയ സോഫ്റ്റ് ബോക്സ് ഒക്കെ നമ്മൾ ഓരോ കമ്പികളൊക്കെ കോർത്തിണക്കി വരുമ്പോഴേക്കും തന്നെ 15-30 മിനിറ്റ് അങ്ങനെ പോകും. ഇത് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആണോ വളരെ ഈസി ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള സോഫ്റ്റ് ബോക്സ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിലുള്ള ഇന്നർ ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നല്ല ക്വാളിറ്റിയിലാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഓരോ ഓരോ പാർട്ടുകളും ഹൈ ക്വാളിറ്റിയിൽ മേക്ക് ചെയ്താന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഉള്ളില് സോഫ്റ്റ് ബോക്സ് ഉള്ളിൽ നമുക്ക് ഡിഫ്യൂസർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെൽക്രോ ലൈനിങ് വരുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് എടുത്തു നോക്കാം. ബാക്കി നമ്മുടെ കിറ്റിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനമാണ്. ശരിക്കും ഇതൊരു ഡിഫ്യൂസർ ആണ്. ഒരു റൗണ്ട് ഒരു സർക്കുലർ ഡിഫ്യൂസർ ആണ് വരുന്നത്. അതായത് നമുക്ക് സാധാരണ നമ്മൾ സോഫ്റ്റ് ബോക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ലൈറ്റ് വരുമ്പോൾ ആ ലൈറ്റിന്റെ ഹോട്ട് സ്പോട്ട് നമുക്ക് പലപ്പോഴും നമ്മളെ മോഡലിന്റെ ഫേസിലും സബ്ജക്റ്റിലൊക്കെ അടിക്കാറുണ്ട്. അത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റല് ശരിക്കും നല്ലൊരു ഒരു സ്നോ എഫക്റ്റ് സ്നോ പെയിന്റിംഗ് ഒക്കെ ചെയ്ത രീതിയിലുള്ള ഒരു ഡിഫ്യൂസർ വരുന്നത്. ആ ഡിഫ്യൂസർ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ടുള്ള ഹോട്ട് ലൈറ്റ് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് രണ്ട് ലൈനിലുള്ള ഇന്നർ ലൈനിങ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഇതിന്റെ ഇന്നറിൽ വരുന്ന ഡിഫ്യൂസറാണ്. ഇന്നറിൽ വെക്കാനുള്ള ഡിഫ്യൂസറാണ്. ഈ ഇന്നറിൽ വെക്കാനുള്ള ഡിഫ്യൂസറും നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റിയുള്ള ആ മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഈ ഒരു മെറ്റീരിയലാണ് ശരിക്കും നന്നായി ഡിഫ്യൂസ് ചെയ്തിട്ട് ഈവൻ ആയിട്ട് ലൈറ്റ് വരുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ആ രീതിയിലാണ്. അതിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ഡബിൾ ലൈൻ ഡിഫ്യൂസിങ്ങും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പടത്തിൽ ഒരു ഹോട്ട്സ്പോട്ട് എന്നുള്ള പ്രശ്നം നമുക്ക് ഇതോട് കൂടിയിട്ട് ഒഴിവാകും. നല്ല ക്വാളിറ്റി ആയി പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ശരിക്കും നല്ലൊരു ബ്യൂട്ടി ഡിഷിന്റെ എഫക്റ്റ് തന്നെ. ഇതിപ്പോ ഇതിന്റെ 85 ആണ്. 65 യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഒരു ബ്യൂട്ടി ഡിഷ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ലൈറ്റ് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് നോക്കാം. അതുപോലെ തന്നെ ഔട്ടർ ലൈനിങ്ങും നല്ലൊരു ഔട്ടർ ലൈനിങ്ങും ഇതിൽ വരുന്നുണ്ട്. ഈ ഔട്ടർ ലൈനിങ്ങും ഇന്നർ ലൈനിങ്ങും ഉള്ളിലുള്ള സർക്കുലർ ഡിഫ്യൂസറിന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അപ്പൊ രണ്ട് ടൈപ്പിൽ വന്നിട്ടുണ്ട്. ഒന്ന് ഈ സിൽവർ ലൈൻ ആണ്, പിന്നെ ഒന്ന് വരുന്നത് വൈറ്റ് ആണ്. വൈറ്റ് നമുക്കിവിടെ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും ഒരുപാട് പ്രാവശ്യം ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിൽ നമുക്ക് രണ്ട് ഇന്നർ ലൈനിങ് വരുന്നുണ്ട്. വൈറ്റിലാണെങ്കിലും സെയിം സാധനങ്ങൾ തന്നെ വരുന്നത്. പക്ഷെ ഉള്ളിലെ ലൈനിങ് ഉള്ളിൽ ലൈനിങ് നമുക്ക് ശരിക്കും നല്ലൊരു സ്നോ വൈറ്റിലാണ് വരുന്നത്. അപ്പൊ ഇത് മിക്കവാറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് അത്ര സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റിംഗ് കിട്ടുന്നതായിരിക്കും മിക്കവാറും ഇതുപോലുള്ള വൈറ്റ്. എന്റെയൊക്കെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. കാരണം വൈറ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് കിട്ടുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഔട്ട്ഡോറിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി പവർഫുൾ ലൈറ്റ് ഹാർഡ് ലൈറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ മറ്റേ നമ്മുടെ സിൽവർ ലൈനിങ് ഉള്ള സോഫ്റ്റ് ബോക്സ് ഒക്കെ പോകാനും പറ്റും. അതിൽ നമുക്ക് ഈ സോഫ്റ്റ് ബോക്സിൽ ഇതിന്റെ മുന്നിലുള്ള നമ്മൾ ഡിഫ്യൂസർ ഒന്നും ഉപയോഗിക്കില്ല. ശരിക്കും ഹാർഡ് ലൈറ്റിന് കിട്ടാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ലൈറ്റിംഗ് വരുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ രണ്ട് മോഡിഫയറും ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ
വൈറ്റ് ലൈനുള്ള മോഡിഫയറിൽ വരുന്ന ലൈറ്റ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, വളരെ സ്മൂത്ത് ആയിട്ട് ഈവൻ ആയിട്ടാണ് നമുക്ക് ലൈറ്റ് വരുന്നത്. ഈ സിൽവർ കോട്ടഡ് ആയിട്ടുള്ള മോഡിഫയറിന് കണ്ടോ, ഈ സൈഡിലാണ് ശരിക്കും, സൈഡിൽ നിന്ന് ലൈറ്റ് തട്ടിയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വരിക. അതുകൊണ്ട് തന്നെ ഹാർഡ് ലൈറ്റ് ആയിരിക്കും, മുഴുവനായിട്ട് ഈവൻ ആയിട്ട് വന്നിട്ടില്ല. ഇനി നമുക്ക് ഇതിന്റെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ റിഫ്ലക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആ റൗണ്ട് റിഫ്ലക്ടർ കണ്ടോ, ഈ റൗണ്ട് റിഫ്ലക്ടർ കൊടുത്തു കഴിഞ്ഞാൽ അതിലും കൂടെ തട്ടിയിട്ട് കുറച്ചും കൂടെ ലൈറ്റ് നമുക്ക് പരന്നു വരുന്നത് കാണാൻ പറ്റും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ലൈറ്റിന്റെ സോഴ്സ് നിന്ന് വരുന്ന ലൈറ്റിനെ ഇവിടെ അത് ബ്ലോക്ക് ചെയ്തിട്ട് വീണ്ടും അത് സ്പ്രെഡ് ചെയ്തിട്ട് പോകാൻ സഹായിക്കുന്ന രീതിയിലാണ് ഈ മെറ്റൽ ആയിട്ടുള്ള റിഫ്ലക്ടർ വരുന്നത്. നോർമലി മുമ്പ് വരുന്നത് ഒരു തുണിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഒരു കട്ടിയുള്ള ഒരു ക്ലോത്തിന്റെ മുകളിൽ ഒരു ഡബിൾ ലൈനിങ് ഒക്കെ ആയിരുന്നു ആദ്യം വന്നിരുന്നത്. ഇപ്പൊ ഡബിൾ ലൈനിങ് വരുന്നുണ്ട്, അതിന്റെ കൂടുതൽ ഇതും കൂടി വന്നുകൊണ്ട് ഹോട്ട്സ്പോട്ട് നമ്മളെ പടത്തിൽ ഉണ്ടാവുന്നുള്ള ഒരു പേടിയെ നമുക്ക് ഇനി വേണ്ട. മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ടാണ്, ഹോട്ട്സ്പോട്ടൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. കേട്ടോ, ഇപ്പൊ ഇത് ഈവൻ ആയിട്ട് പരന്നു തുടങ്ങി. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ക്ലോത്തുകൾ, അതായത് ഡിഫ്യൂസർ ക്ലോത്തുകൾ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയുള്ള രീതിയിലായിരിക്കും നമുക്ക് പടം കിട്ടുക. നമ്മൾ ഇതിന്റെ മുകളിൽ ആഡ് ചെയ്യുമ്പോൾ വെൽക്രോ ആണ്, പെട്ടെന്ന് വലിച്ചെടുക്കരുത്, സോഫ്റ്റ് ആയിട്ട് മാത്രമേ ചെയ്യാവൂ. മാക്സിമം ഈ പാച്ചസ് ഒക്കെ വരുന്ന ലീക്കിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലുള്ള ഡിഫ്യൂസർ എപ്പോഴും അറ്റാച്ച് ചെയ്യാൻ. അപ്പൊ ഇവിടെ ഒരു ഡബിൾ ലൈനിങ് വരുന്നതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അതിന്റെ ഒരു ഹോട്ട്സ്പോട്ട് നമ്മളെ പടത്തിൽ വരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ നിങ്ങൾക്ക് പടത്തിൽ കണ്ടാൽ അറിയാൻ പറ്റും, സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ലൈനിങ് കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ സ്മൂത്ത് ആയിട്ടുള്ള പടങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും, സിൽവർ ലൈനിങ് ആയതുകൊണ്ട് ഒരുപാട് ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. ഇനി നമ്മളൊരു ബ്യൂട്ടി ഡിഷ് എഫക്റ്റ് ആണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം അങ്ങോട്ട് ഊരിയിട്ടിട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് ബ്യൂട്ടി ഡിഷിൽ എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ എടുക്കാൻ പറ്റും. അതിന് ഏറ്റവും ബെസ്റ്റ് നമ്മളൊരു സൺലൈറ്റ് ഒക്കെ ഉള്ള സമയത്ത് സ്ട്രീറ്റിലും ബീച്ചിലൊക്കെ പോയിട്ട് എടുക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ നല്ലത് ഈ സിൽവർ ലൈൻ ഉള്ളത്, അതും ഓപ്പൺ ആയിട്ട് ബെയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് ലൈറ്റ് കൂടുതലാണെങ്കിൽ ഇത് എല്ലാ സൈസിലും അവൈലബിൾ ആണ്. ഇപ്പൊ 85 നമ്മൾ സിൽവർ ലൈൻ ഓപ്പൺ ചെയ്തു, 65 നമ്മൾ നമ്മുടെ വൈറ്റ് ലൈൻ ഉള്ളത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അത് 65, 85, 120 ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ തന്നെ കുറച്ചും കൂടെ നമുക്ക് ഡിഫ്യൂസിങ് കിട്ടിയിട്ട് നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ലൈറ്റോ അതല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗ്രിഡൊക്കെ ഫില്ല് ചെയ്ത് പോകാനുള്ള ഗ്രിഡൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു ലൈറ്റിംഗ് നമുക്ക് സെറ്റായി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള ഈ മെറ്റൽ റിഫ്ലക്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡിഫ്യൂസർ, ക്ലോത്ത് കൊണ്ടുള്ള ഡിഫ്യൂസർ നമുക്ക് യൂസ് ചെയ്തിട്ട് ഡബിൾ ഡിഫ്യൂസിങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രിഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിന്റെ മൗണ്ട് വരുന്നത് ബോവൻസ് മൗണ്ട് ആണ്. ഇനി നമുക്ക് മൗണ്ട് മാറ്റിയിട്ട് നമ്മളെ AD300, AD400 ഒക്കെ യൂസ് ചെയ്യാനുള്ള ഗോഡോക്സിന്റെ മൗണ്ട് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ ചെറിയൊരു അഡാപ്റ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ മൗണ്ട് മാറ്റിയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് പുറത്ത് സ്ട്രീറ്റിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്ത് നോക്കാം. വളരെ രസകരമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. അതുപോലെ നമുക്ക് ഈ ബ്യൂട്ടി ഡിഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് ബ്യൂട്ടി ഷോട്ടുകൾ എടുക്കാറുണ്ട്. ബ്യൂട്ടി ഡിഷിനാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതിന്റെ ഫ്രണ്ടിലുള്ള റൗണ്ട് ഡിഫ്യൂസർ മാത്രം യൂസ് ചെയ്തിട്ട് ബ്യൂട്ടി ഡിഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നോർമലി നമ്മളൊരു ബ്യൂട്ടി ഡിഷ് ട്രാൻസ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെറ്റലിന്റെ ഒരു സാധനമാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ ബ്യൂട്ടി ഡിഷിന് പകരമായിട്ടും ഈ എന്താ പറയാ ഡിഫ്യൂസേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഒരു റൗണ്ട് ഡിഫ്യൂസർ മാത്രം യൂസ് ചെയ്തിട്ട് ബ്യൂട്ടി ഡിഷ് എങ്ങനെയാണ് നമ്മൾ മനോഹരമായിട്ട് പിടിച്ചെടുക്കുന്നത് അതുപോലെ എടുക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് പുറത്ത് സ്ട്രീറ്റിൽ പോയിട്ട് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ മൗണ്ട് വരുന്നത് ബോവൻസ് മൗണ്ട് ആണ്. ബോവൻസ് മൗണ്ട് നോർമലി നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് ബോവൻസ് മൗണ്ടിലാണ് വരുന്നത്. ഇതുപോലുള്ള ഒരു അഡാപ്റ്റർ അതിന്റെ മുകളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, മൗണ്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ AD300, 400 ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഗോഡോക്സ് മൗണ്ടിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചെറിയ 65 കൊണ്ടുപോയിട്ട് ഒരു ബ്യൂട്ടി ഡിഷ് എങ്ങനെയാണ് എഫക്റ്റ് ഉള്ളതെന്നൊക്കെ നമുക്ക് സ്ട്രീറ്റിലും പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കാം. അപ്പൊ അതിന്റെ എഫക്റ്റ് ഒക്കെ കിട്ടും. ഞാൻ ഗോഡോക്സ് AD300 65 വൈറ്റ് റിഫ്ലക്ടറിൽ അതും ഡീറ്റെയിൽ എടുത്തിട്ട് സ്ട്രീറ്റിൽ പോയിട്ട് കുറച്ച് പടങ്ങൾ റാൻഡം ആയിട്ട് എടുത്ത് നോക്കി. പക്ഷേ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ശരിക്കും ലൈറ്റപ്പ് ചെയ്തു എന്ന് അറിയാത്ത രീതിയിലുള്ള ലൈറ്റിംഗ് ഔട്ട്പുട്ടാണ് കിട്ടിയത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റിംഗ് ആണ് 2 മോഡലിനെ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴും ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ലൈറ്റ് ഡിഫ്യൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ്, നിങ്ങൾക്ക് 85, 65, 120 ഏതാണ് നിങ്ങൾ ആവശ്യം എന്ന് വിചാരിച്ചാൽ, ഒരു നോർമലി പോർട്രേറ്റ് ഒരു ബ്യൂട്ടി ഡിഷിന്റെ സൈസിൽ മാത്രം മതിയെങ്കിൽ 65ക്ക് പോവാം. അതല്ലെങ്കിൽ മിഡിൽ ആയിട്ടുള്ള 85 ഉണ്ട്, നന്നായിട്ട് മോഡൽ ഷോട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സോഫ്റ്റ് ബോക്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഒരു ലൈറ്റ് ഡിഫ്യൂസർ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഷോപ്പിൽ വിളിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രൈസും കാര്യങ്ങളും ഡിസ്കൗണ്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഫോട്ടോഗ്രാഫി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഫോട്ടോഗ്രാഫി കോഴ്സുകൾ നടക്കുന്ന ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പുതിയ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ താങ്ക്സ് അഗൈൻ, ലവ് യു ആൾ.